യാത്രയുണ്ട്. ആ യാത്രയിൽ അല്ലറ ചില്ലറ പിശകുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിലെ DGP-യുടെയും അതുപോലെ എക്സൈസ് മേധാവിയുടെയും ചീഫ് സെക്രട്ടറിയുടെയൊക്കെ ഉന്നതതല യോഗം 23-ാം തീയതി വിളിച്ചിട്ട് കർക്കശമായ നടപടികളിലൂടെ നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ലോകമെമ്പാടും ഈ സന്ദേശം എത്തിക്കണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഒരാളെയും അവിടെ വേര് പിടിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് VD സതീശനും അതേപോലെ നമ്മുടെ BJP നേതാക്കന്മാരും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ആ കാര്യത്തിൽ ഒരേ ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ഒരു ചാലക ശക്തിയായിട്ട് ഞാൻ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. ഒരു 30 ദിവസം വേലിയൊക്കെ കൊണ്ട് നടന്നതിന് അവിടെ ഗുണമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ക്യാമ്പസുകളെയും നമ്മുടെ പള്ളിക്കൂടങ്ങളെയും ഏറ്റെടുക്കാൻ നമ്മുടെ രക്ഷകർത്താക്കളും നാട്ടുകാരും സംഘടിതരായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പിൻബലം അതിന് വേണം. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികളെ വലവീശി പിടിക്കാനായിട്ട് നടക്കുന്ന വൃത്തികെട്ട ശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു, കേരളത്തിന് പുറത്തുനിന്നും പ്രവർത്തിക്കുന്നു. അവരെ ഒന്നും നമ്മുടെ നാട് ഒറ്റുകൊടുക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹാദരവ് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ 24 സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, ഈ 24 എന്നുള്ള വാർത്താ ചാനൽ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ കാരണം നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. ഈ പ്രവാസികൾ നൽകിയിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ ദുബായിലും UAE-ലും ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളുടെ എന്ത് പ്രശ്നങ്ങളിലും 24 ഇടപെടാൻ സന്നദ്ധമായിരിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അവിടെയുള്ള അമ്മമാർക്കും അവിടെയുള്ള രക്ഷകർത്താക്കൾക്കും ബാപ്പമാർക്കും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ 24 അത് കാതും കണ്ണും കൈയും കൊടുത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം പ്രക്ഷേപണം മാത്രമല്ല ഒരു മാധ്യമപ്രവർത്തകന്റെ കലയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു പ്രക്ഷേപകന് ഒരു സമൂഹത്തിൽ ഒരുപാട് ഇടപെടാൻ കഴിയും എന്ന് ഈ 6-7 കൊല്ലങ്ങൾക്കിടയിൽ 24 തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ MA യൂസഫ് അലിയുടെ സഹായത്തിൽ കുറേ വീടുകൾ നമ്മൾ കേരളത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ കുറേ അധികം വീടുകൾ നമ്മൾ കേരളത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ ആളുകളെ കണ്ണീരൊപ്പാൻ പല ധനാഠ്യരുടെയും സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനി എനിക്കൊരു ധനാഠ്യനോട് കിട്ടിയിട്ടുണ്ട്. ഫ്രാഗ്രൻസിൻ്റെ രാജകീയ അംശമായിരിക്കുന്ന ശ്രീമാൻ പോൾ മൂപ്പൻജിയുടെ സഹായവും ഞാൻ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ തേടും. അദ്ദേഹത്തിന് ഒരു ഭീഷണിയായിട്ടിരിക്കട്ടെ. എന്നെ പരിചയപ്പെട്ടാൽ ഈ കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണത്. ഞാനൊരു കായംകുളം കൊച്ചുണ്ണി മോഡലാകും. ഉള്ള ആളിൽ നിന്ന് വാങ്ങിച്ച് ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ള നല്ല കാര്യമാണ് കൊച്ചുണ്ണിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഒരു വലിയ കൊച്ചുണ്ണിയായിട്ട് കഴിയാനാണ് എൻ്റെ താല്പര്യം. കാര്യം ഇനി ഒരുപാട് കാലമൊക്കെ ജീവിതമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം. ഈ ക്രിക്കറ്റ് ചലഞ്ചിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ഈ നമ്മുടെ ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ നമ്മുടെ 24 ഫ്ലവേഴ്സിൻ്റെ അണിയറ പ്രവർത്തകരും ജോസഫ് ഫ്രാൻസിനെ പോലെയുള്ള ആൾക്കാരും ഷിജുബാലനും അത് അരുൺ ബാറാട്ടും ഒരുപാട് ആളുകൾ ഇതൊരു വലിയ വിജയമാക്കി മാറ്റി. ഞാൻ കേരളത്തിൽ നിന്നെല്ലാം ഫ്ലൈറ്റ് കയറുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു സന്നാഹത്തോടെയാണ് നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായതൊരു വൻ വിജയമായി. അതുപോലെ ഇന്ന് ആസിഫ് അലി വന്നിരിക്കുന്ന ഈ ചിത്രം, ആ ചിത്രം ഒരു വൻ വിജയമാക്കി നിങ്ങൾ മാറ്റണം. കാരണം നമ്മുടെ ഈ പരിപാടിയുമായിട്ട് ഇത്ര കൂടുതൽ സഹകരിക്കുമ്പോൾ മാത്രമല്ല ആസിഫ് അലി ഒരു സിനിമയെ മോഹിച്ച് നടന്നൊരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നു. ആസിഫ് അലിയുടെ കരിയർ ഗ്രാഫൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അഭിമാനം തോന്നും. ഒരു ചെറുപ്പക്കാരന് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അവിടെ എത്തുമെന്ന് നമ്മോട് വിളിച്ചു പറയുന്ന മലയാളത്തിൻ്റെ മുൻനിര നായകന്മാരിൽ ഒരാൾ ആസിഫ് അലിയാണ്. ആസിഫ് അലി സാധാരണക്കാർക്കിടയിൽ താമസിക്കുന്നത് മാത്രമല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ആസിഫിനെ ഞാൻ വളരെ അടുത്തുനിന്ന് ശ്രദ്ധിക്കുമ്പോൾ മിക്കവാറും ഈ താരപരിവേഷണം വരുമ്പോൾ ആളുകൾ കാല് മണ്ണിൽ നിന്ന് ഉയരുന്നത് നമ്മൾ കാണും. അവർ പിന്നെ സാധാരണക്കാരുടെ വേർപ്പ് വലിയ നാറ്റമായി ഫീൽ ചെയ്യും. അവരുടെ ടിക്കറ്റിലാണ് ഇവരുടെ നിലനിൽപ്പെങ്കിൽ പോലും അവരുടെ ഗന്ധം അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആസിഫ് അലി ഇവിടെ ഒരു വ്യത്യസ്തനാവുന്നു. ഒരു സാധാരണക്കാരനായി തുടങ്ങി ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നു. ഒരു സിനിമാ താരത്തിന്റെ ഉയരങ്ങളിലേക്ക് ഏണിപ്പടികൾ കടന്നപ്പോഴും ആസിഫ് അലി നമുക്ക് തിരിച്ചറിയാം കൊച്ചിയിൽ കാണുന്ന ഒരു സാധാരണക്കാരനായിട്ട്. ആസിഫ് അലി അതാണ്. ആസിഫ് അലിയിലെ ആ മനുഷ്യത്വത്തെയാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നത്. പക്ഷേ ആ സിനിമാ താരത്തെക്കാളും എൻ്റെ ഉള്ളിനെ മോഹിപ്പിക്കുന്നതും എൻ്റെ ഉള്ളിനെ പ്രകോപിപ്പിക്കുന്നതും എൻ്റെ ഉള്ളിനെ പ്രചോദിപ്പിക്കുന്നതും ആസിഫിൻ്റെ ഈ മനുഷ്യാംശം കലർന്ന ഇടപെടലാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ആസിഫ് അലിക്കും സംഘത്തിനും എല്ലാവിധ ആശംസ. വിജയകുമാറിൻ്റെ പഴയകാല സുഹൃത്താണ്. അപ്പോൾ തലസ്ഥാനം മുതൽ എത്രയോ പടങ്ങളിൽ നമ്മൾ ആ വിജയകുമാറിനെ കണ്ടു. അതുപോലെ എൻ്റെ സംവിധായകൻ എല്ലാ ആളുകളെയും ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ ചിത്രം ഒരു വലിയ വിജയമാകട്ടെ. 24 ഫ്ലവേഴ്സ് വഴി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന വല്ല സഹായം ഉണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തു തരും. മോർണിംഗ് ഷോയിൽ പരാമർശിക്കാനോ അല്ലെങ്കിൽ 2 വാക്ക് പറയാനോ ആസിഫ് അലിയോട് ഡയലോഗ് അടിക്കാനോ ഒക്കെ നമുക്ക് പറ്റും. അതൊക്കെ ചെയ്ത് ഈ ചിത്രം
ആസിഫലിയുടെ ചിത്രത്തിൽ പോലെ എന്നെ വലിയ വിജയമാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ബ്രദർ. താങ്ക് യു. എന്റെ ഭാര്യയ്ക്ക് നന്ദി. ഞാൻ ഭാര്യയെ കുറിച്ച് വലിയ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സർ ഒരു ചെറിയ ഒരു ബൊക്കെ ഞങ്ങളാണ്. You can take it also and we'll give it later. Okay? Yes. Next on to the stage, KCCയുടെ brand ambassador. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. I would like to invite Asif Ali for meet and greet. എല്ലാവരും 3 മണി മുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം. ഹലോ, ഹായ്, നമസ്കാരം. എന്തൊരു എനർജിയാണ് നിങ്ങൾ ഇത്ര നേരം നിന്നാണ് എത്ര ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു വലിയ കൈയടി കൊടുക്കണ്ട എനിക്ക് തോന്നുന്നു അഖണ്ഡ വന്ന് കയറിയപ്പോ ഇതിലും കൂടുതലൊരു ഇൻട്രൊഡക്ഷൻ ഒരു ടെക്നോ മ്യൂസിക്കിനും ഒരു ഹൗസിനും ഒരു ഹിപ്പ് ഹോപ്പിനും തരാൻ പറ്റാത്ത ഹൈ ആണ് നിങ്ങൾ തന്നത്. താങ്ക് യു സോ മച്ച്. ഇവിടെയുള്ള മൊത്തം ആളുകളുടെ എനർജി ലെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. അഖണ്ഡ ബിഗ് 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 കൺഗ്രാറ്റ്സ്. അടിപൊളി. നിങ്ങളുടെ കൂട്ടത്തിൽ ആ കുട്ടികൾ 3 പേര് നിന്ന് കൊട്ടിന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ യുഎയിലാണ്, ദുബായിലാണ്, നാട് മിസ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ പാരമ്പര്യം ഏറ്റവും നല്ല ഏറ്റവും അഡ്വാൻസ് സൗകര്യത്തോടു കൂടി ഒരു കേരളം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പൊ എപ്പോഴും സിനിമകളുടെ പ്രൊമോഷനായിട്ടും വിശേഷങ്ങൾ പങ്കുവെക്കാനും യുഎയിൽ വരുമ്പോ, പ്രത്യേകിച്ച് ദുബായിൽ വരുമ്പോ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരെയും എപ്പോഴും കാണുന്നതാണ്. ഇവിടെ വരുമ്പോ കിട്ടുന്നത് ഇപ്പൊ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രമല്ല, കേരളത്തോളം പ്രാധാന്യമുണ്ട്. ഓരോ തിയേറ്ററിനും ഓരോ റിലീസിനും നാട്ടിലുണ്ടായിരുന്ന അതേ ഫാൻ ഫൈറ്റും സിനിമയ്ക്കുള്ള സപ്പോർട്ടും എല്ലാം ഇപ്പൊ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമായി മാറുന്നു. പിന്നെ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോ SKNനെ പറ്റി പറയണം അല്ലേ? രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് SKNാണ് നമ്മുടെ എല്ലാവരുടെയും പ്രഭാതം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ കൊച്ചു കൊച്ചു തമാശകളും മോട്ടിവേഷൻസും ഓരോ പ്രശ്നങ്ങളെ പറ്റി പറയുന്ന രീതികളും ഒക്കെയാണ് നമ്മുടെ പ്രഭാതങ്ങൾ സ്പെഷ്യലാക്കുന്നത്. SKN സാർ, താങ്ക് യു സോ മച്ച്. ഉഷേജി, താങ്ക് യു സോ മച്ച്. എന്നെ ഒരു അനിയനെ പോലെ ഒരു വാത്സല്യം തന്ന് എപ്പോഴും സ്നേഹിക്കുന്നവരാണ് ഇവർ. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി, ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അത് എമ്പുരാന്റെ ട്രെയിലറാണെന്ന്. പക്ഷെ അത് എമ്പുരാന്റെ ട്രെയിലർ അല്ല, ബോളറ്റ് മൂസക്ക ഒരു കാറ് ഡെലിവറി എടുത്ത വീഡിയോ. ശരിക്കും പ്രവാസികളായ നിങ്ങൾക്ക് എന്തും ധൈര്യമായി പറയാം, ഞങ്ങൾ അധ്വാനിച്ചാൽ, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഞങ്ങൾ അതിന് ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾക്കത് കൈയെത്തി പിടിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാൾ ഇവിടെ ഉണ്ട്. ഇന്ന് അദ്ദേഹം സിനിമയിൽ വന്നിട്ട് 30 വർഷമായി. അത് ഞാനല്ല, ആനന്ദല്ല, പക്ഷെ വിജയകുമാർ ഈ 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വരുന്നത്, ദുബായിൽ വരുന്നത്. ഒരു സിനിമയുടെ പ്രൊമോഷൻ സ്റ്റേജിൽ കയറുന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാം, ഈ സിനിമയിൽ ഇദ്ദേഹം ആരെയും ചതിക്കുന്നില്ല. ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് ലഭിച്ച കയ്യടി ഞാൻ കണ്ടു. ഇതൊരു പുരുഷപക്ഷ സിനിമയാണ് എങ്കിലും ഇത് സ്ത്രീകൾക്കെതിരെയുള്ളതോ സ്ത്രീകളെ പറ്റി മോശം പറയുന്നതോ ആയ സിനിമയല്ല. ഈ സിനിമയുടെ ട്രെയിലറിൽ നിങ്ങൾ കണ്ടപ്പോൾ കേട്ട് കാണും. പുരാണത്തിൽ സീതാദേവിയുടെ മഹത്വം പറയുമ്പോഴും കഥയിൽ ശൂർപ്പണഖമാരുണ്ടായിരുന്നു അല്ലെ? നമുക്കും അറിയില്ലേ ശൂർപ്പണഖമാരെ? അറിയാം, പുരുഷന്മാർക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. തിയേറ്റേഴ്സിലുണ്ട്, എന്നും മികച്ച അഭിപ്രായമാണ്. അപ്പൊ തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു. പിന്നെ ഇന്നത്തെ ഒരു വലിയ അസൂയ, ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന 14 ജില്ലക്കാരും AC ഇട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് അറിഞ്ഞതിൽ ഒരുപാട് അസൂയുണ്ട് എനിക്ക്.
അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും ബോൾ ചെയ്യാനോ ബാറ്റ് ചെയ്യാനോ ഉള്ള ഒരു അവസരം എനിക്ക് തരണം. അത് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അപ്പൊ ബാക്കി സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എന്റെ ക്രൂ ഇവിടെയുണ്ട്. എപ്പോഴും എന്നും ഒരുപാട് പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ എനർജി. ക്രിക്കറ്റ് കളി കണ്ണൂരിന് കളിക്കണോ ഇടുക്കിക്ക് കളിക്കണോ? ഞാനൊരു തൊടുപുഴക്കാരനാണ്. അപ്പൊ എന്തായാലും വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായി അടുത്ത സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ഒക്കെ ദുബായിൽ വരുമ്പോഴും നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്നത് വരെയും താങ്ക് യു. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. താങ്ക് യു. വെയിറ്റ് ഫോർ യു. നമുക്കിവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ശരൺ ശശികുമാർ. ഹി ഹാസ് ബോട്ട് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ യു. പുള്ളിക്കാരൻ 3Dയിൽ വരച്ച ഒരു ചിത്രം. ആൻഡ് പുള്ളിക്കാരൻ ഇങ്ങനെ കണ്ടിട്ട് നോക്കണ്ട കേട്ടോ, ഒരുപാട് നേട്ടങ്ങൾ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് UK, അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, India book of records, direct appreciation from Sheikh Hamdan, the Crown Prince of Dubai, appreciation letter from Indian Prime Minister Shri Narendra Modi. He is also a life artist and he has done many mosaic art as well. 250 portraits of many personalities and celebrities such as Mohanlal, Mammootty, Suresh Gopi, Nivin Pauly, Manoj K. Jain, and now it's none other than Asif Ali. ഇത്രയും പ്രൊഫൈലുള്ള ഒരാളുടെ കയ്യിൽ ഞാൻ ഒറ്റയ്ക്ക് വാങ്ങിച്ചാൽ ശരിയാവില്ല. അപ്പോ എന്റെ കയ്യിലുണ്ടൊരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ. എസ്കേ സർ പ്ലീസ് എന്റെ കൂടെ ഒന്ന് വരൂ. Yeah! To the cake cutting ceremony. Before that, let's watch the trailer of Abhyantara Kuttavali. ഇവിടെ നമ്മളൊരു സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പൊ ഈ ഒരു മധുരം പങ്കിടുന്നതിന് മുന്നേ let's see the trailer of Abhyantara Kuttavali.